മുട്ടുമ്പോൾ കൊമ്പനോട് മുട്ടണം. പുത്തൻ വീട്ടിൽ തറവാട്ടുകാരണവരും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഷൗക്കത്ത് അലി മകന് കൊടുത്ത ഉപദേശം അതായിരുന്നു. വാപ്പായുടെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് മകൻ മുട്ടിയതെല്ലാം കൊമ്പന്മാരോട് തന്നെ. ഇന്ന് രാഷ്ട്രീയ പോർക്കളത്തിൽ ഒരു യോദ്ധാവിനെ പോലെ നിൽക്കുകയാണ് പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലി മകൻ അൻവർ എന്ന PV അൻവർ. നമുക്ക് അൻവർക്കായുമായിട്ട് കുറച്ച് നേരം സംവദിക്കാം. അൻവർക്ക, നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ താങ്കളൊരു മണ്ഡലം തിരഞ്ഞെടുത്തത് ബേപ്പൂരാണ്. തീർച്ചയായും അതൊരു പോർക്കളം തന്നെയാണ്. താങ്കൾ എപ്പോഴും പറയാവുന്ന പോലെ തന്നെ കൊമ്പനോടാണ് താങ്കൾ മുട്ടാൻ പോകുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരത്തിന്? ഇല്ല, അത് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ മത്സരം പല രീതിയിലാണ്. ഈസിയായിട്ട് ജയിക്കുന്ന സീറ്റുകളുണ്ടാവും, കുറച്ച് അധ്വാനിക്കാൽ ജയിക്കുന്ന സീറ്റുകളുണ്ടാവും, നല്ല ടഫായിട്ടുള്ള സീറ്റുകളുണ്ടാവും. അത് തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ്. ആ രീതിയിൽ ബേപ്പൂരിനെ സംബന്ധിച്ച് 45 വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്. അത് ഒരു ബലികേറാൻ മലയാണ് എന്നാണ് പൊതുവിൽ പറയാം. 1977-ലും 80-ലും ഒക്കെ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായിട്ട് CPM-ൻ്റെ ഒരു കോട്ടയാണത്. അപ്പോൾ അതിലൊരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടകളൊക്കെ ഏതോ കാലത്ത് പൊളിഞ്ഞു പോയാണ്. കാരണം എത്രയോ കോട്ടകളാണ് എന്ന് കരുതിയ സ്ഥലങ്ങളിൽ നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ പല ഘട്ടത്തിലും മലയാളികൾ കണ്ടതാണ്. നിലമ്പൂർ പോലും അട്ടിമറിച്ചൊരു ചരിത്രം താങ്കൾക്കുണ്ട്. അല്ല, നിലമ്പൂരിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ അങ്ങനെയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ് കോട്ട എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു മീ. അപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഒരു നല്ല പോരാട്ടം ഉണ്ടാവും. പിന്നെ നമ്മൾ രാഷ്ട്രീയമല്ലേ പറയുന്നത്. നമ്മൾ പിണറായിസത്തിൻ്റെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 16-21 കുഴപ്പമില്ലാതെ പോയി. 21 ഈ 26-ൽ പിണറായി എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ മാറ്റങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതാണല്ലോ പിണറായിസം എന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ അതൊരു ശക്തമായ മണ്ഡലത്തിൽ ഞാൻ ഈ സമൂഹത്തിലോട് സംസാരിച്ച നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് എളുപ്പമെടുത്ത് എള്ളെറിയ എന്ന് പറയുന്ന ഒരു പണിയിലേറെ നല്ലത് ഒരു പോരാട്ടം നടത്തി ജനങ്ങളൊന്നുകൂടി ഈ കാര്യത്തിൽ. ഞാനൊരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ ഈ രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് പറയാൻ കഴിയും. അത് കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബേപ്പൂര് തിരഞ്ഞെടുത്തത്. താങ്കൾ ധർമ്മടം തിരഞ്ഞെടുക്കാതെ ബേപ്പൂര് തന്നെ തിരഞ്ഞെടുക്കുക, അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണം പറയുകയാണെങ്കിൽ? വരുമാനിസം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം? അത് മാത്രമല്ല, വരുമാനിസം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നത് മാത്രമല്ല, വരുമാനിസം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ട് ഇന്ന് പിണറായിയെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനൊക്കെ ആ സാഹചര്യങ്ങൾക്ക് കാരണക്കാരനായൊരു വ്യക്തി കൂടിയാണ് ബേപ്പൂരിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു രാഷ്ട്രീയം കൃത്യമായി പറയണമെങ്കിൽ ശത്രു നന്നായിരിക്കണം. അപ്പോൾ ഒരു ഫൈറ്റ് വരുള്ളൂ. ഇപ്പം വളരെ വീക്കായ ഒരു ഫുട്ബോൾ ടീമിനോട് നല്ല ശേഷിയുള്ള ഒരു ഫുട്ബോൾ ടീം കളി നടക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് ആദ്യമേ ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിലൊരു ഹരമില്ലല്ലോ. പൊളിറ്റിക്സിലൊരു ഹരമാണ്, ഒരു ഫൈറ്റിംഗ് ബോർഡ് കൊമ്പനോട് തന്നെ മുട്ടണം. അതെ. അപ്പോൾ കേരളം ഒന്നാകെ ഇതൊരു ചർച്ചയാവും തീർച്ചയായും താങ്കളുടെ ഒരു മത്സരം. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, കണക്കിലിങ്ങനെ നോക്കുമ്പോഴേ, ഇപ്പോൾ രാമനാട്ടുകര ഫറൂഖ് മുനിസിപ്പാലിറ്റി രണ്ടും UDF അധികാരത്തിലാണ്, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കടലുണ്ടിയാണ് CPM-ൻ്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ സീറ്റ് കുറഞ്ഞിട്ടുമുണ്ട്. ഇനി വോട്ടിംഗ് പെർസെൻറ്റേജ് തന്നെ ആ മണ്ഡലത്തിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. 50% ഉണ്ടായിരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 40-42. UDF-നെ സംബന്ധിച്ചിടത്തോളം 30% ഉണ്ടായത് ഒരു 43%. അതൊരു അനുകൂല ഘടകമാണ്. എല്ലാത്തിനും പുറമെ മീൻചന്തയിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥിയായ മുസാഫിർ അഹമ്മദിനെ തോൽപ്പിക്കാനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇതിവിടെ ഒരു അനുകൂലമായൊരു മുസാഫിറിനെ തോൽപ്പിച്ചത് UDF അല്ല, മുസാഫിറിനെ തോൽപ്പിച്ച അവിടുത്തെ സഖാക്കളാണ്. സഖാക്കൾ കൂടെ നല്ല സഹായത്തോട് കൂടിയിട്ടാണ് മുസാഫിർ അവിടെ തോൽക്കുന്നത്. അല്ല, അത് രാഷ്ട്രീയമാണല്ലോ. അവിടെ തോറ്റു. അപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് UDF-കാരും മൊത്തത്തിൽ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ താങ്കൾ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ, അപ്പോൾ അവിടെ മത്സരിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. അത് താങ്കളുടെ മത്സരത്തിനെ ബാധിക്കുമോ? അതായത് കോൺഗ്രസ്സുകാരുടെ പരിപൂർണ്ണ പിന്തുണ താങ്കൾക്ക്? അങ്ങനെ ഒരു വിഷയമേ അവിടെ അല്ല. അവിടെ എല്ലാവരും UDF-ഉം ജനങ്ങളും ഒരു ഘട്ടമാണ്. ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, സാധാരണ തെരഞ്ഞെടുപ്പ് LDF UDF ആണ് കേരളത്തിലുണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ആ ഒരു ഏറ്റുമുട്ടലാണ് അതിൻ്റെ ഒരു പ്രതിഫലനത്തിൻ്റെ ചെറിയൊരു അംശമാണ് നമ്മൾ ത്രിതല തെരഞ്ഞെടുപ്പിൽ കണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ എല്ലാവരും ഐക്യപ്പെടാനാണ് ശ്രമിക്കുന്നത്. അവിടെ UDF ലീഡർഷിപ്പായാലും UDF പ്രവർത്തകരായാലും ഇത് രണ്ടുമല്ലാത്ത ജനങ്ങളും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ രാഷ്ട്രീയം, ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിക്കണം, പിണറായിയുടെ ഈ പോക്ക്
കേരളത്തിന് ഗുണകരമല്ല. പാർട്ടി സഖാക്കളത് മനസ്സിലാക്കുന്നു. അത് പാർട്ടിക്ക് തീരെ ഗുണകരമല്ല. മൊത്തത്തിൽ ഈ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ഹാർമണി ആംഗിൾ ഉണ്ട് പബ്ലിക്കിൻ്റെ. ആ ഹാർമണി ആംഗിളിന് വിരുദ്ധമായിട്ടുള്ള ഒരു ടേണാണ് സത്യത്തിൽ പിണറായി എടുത്തത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്നതാണ് താങ്കളെ നേരിൽ കാണുമ്പോൾ. ഞാനൊക്കെ ഒരു ഡോക്ടറാണല്ലോ. ഈ ബ്രെയിനിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനാകണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജെനറ്റിക്സ് അഥവാ പാരമ്പര്യം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. താങ്കളൊരു പാരമ്പര്യ കോൺഗ്രസ്സാണ്. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ആ വാക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുമെന്ന് അറിയില്ല. താങ്കളൊരു ദേശീയ മുസ്ലിമാണ്, താങ്കളുടെ വാപ്പയും അതെ. അങ്ങനെയുള്ള താങ്കൾ ശ്രീ കരുണാകരൻ DIC ഉണ്ടാക്കിയപ്പോൾ താങ്കൾ കൂടെ പോയി. DIC പിന്നീട് കോൺഗ്രസ്സിൽ ലയിച്ചപ്പോൾ താങ്കൾ തിരിച്ചു വന്നില്ല. താങ്കൾ പിന്നെ ഇടത് സഹയാത്രികനായി. ഇപ്പോൾ ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടും താങ്കൾ മാതൃസംഘടനയിലേക്ക്, താങ്കളൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് താങ്കളുടെ വസ്ത്രം പോലും മുഖം പോലും പറയുന്നു. എന്തുകൊണ്ട് താങ്കൾ തിരിച്ചു കോൺഗ്രസ്സിലേക്ക് പോകുന്നില്ല? അല്ല, അത് പറയുന്നതിന് മുമ്പ് ഈ ദേശീയ മുസ്ലിങ്ങൾ എന്ന കാര്യം സത്യത്തിൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതൊന്ന് വിസ്തരിക്കേണ്ടതുണ്ട്. നാഷണൽ മുസ്ലിംസായിട്ട് ഇന്ത്യയിൽ കണ്ടത് 1947 നമ്മുടെ ഈ സ്വാതന്ത്ര്യ ആ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം ചർച്ച വളരെ രൂക്ഷമായി നിൽക്കുന്നത്. ആ സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്നതിനെ എതിർത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. അതായത് വിഭജിക്കപ്പെടാൻ പാടില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യയായിട്ട് തന്നെ പാകിസ്ഥാനെ ഒരുമിച്ച് പോകണമെന്ന വാദമുയർത്തിയ അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് നാഷണൽ മുസ്ലിംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ദേശീയത ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വരുന്നതും പിന്നീട് കോൺഗ്രസ് സംസ്കാരത്തിലേക്ക് നമ്മളൊക്കെ പൂർണ്ണമായിട്ടും വരുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഈ ബ്രെയിനിൽ അങ്ങനെ ചിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പാരമ്പര്യം കോൺഗ്രസ് രക്തം, അടിമുടി കോൺഗ്രസ് ആണ് താങ്കൾ. ഒരു ഹെറിഡിറ്ററി ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം വാപ്പയായാലും വല്യപ്പയായാലും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അന്ന് വലിയ പോരാട്ടങ്ങൾ നടത്തി പോകുന്ന ഒരു രക്തം ഒരു പക്ഷേ എൻ്റെ ശരീരത്തിലുണ്ടാവും. അതുകൊണ്ടായിരിക്കാം എപ്പോഴും എന്താ പറയുക ഒരു പോരാട്ട വീര്യം നമുക്ക് മനസ്സിലും ശരീരത്തിലും നിലനിൽക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് തോറ്റിട്ടില്ല പിന്നെ ഇവിടുത്തെ. അപ്പോൾ അത് അത്ര കണ്ടാൽ മതി. അല്ല, താങ്കൾ തിരിച്ച് മാതൃസംഘടനയോട് താങ്കൾക്ക് അല്ല, മാതൃസംഘടനയോട് ഇപ്പോൾ നമ്മൾ കോൺഗ്രസുമായി സഹകരിച്ചിട്ടാണല്ലോ പോകുന്നത്. അല്ല, ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ 2001 ആന്റണി ഗവൺമെൻറ് അധികാരത്തിൽ എത്തുമ്പോൾ വലിയ ഭൂരിപക്ഷമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. 26 വർഷമായി. അതുപോലൊരു പെർഫോമൻസ് കോൺഗ്രസ്സിന് ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ശ്രീ കെ കരുണാകരൻ്റെ കൂടെ DIC ഉണ്ടാക്കി പോയ ആളുകൾ, കരുണാകരൻ തിരിച്ചു വന്നു, പക്ഷേ കൂടെ പോയ ആളുകൾ ആരും തിരിച്ചു, ശോഭന ജോർജ് വരെ ആരും തിരിച്ചു വന്നില്ല, ആളുകളും തിരിച്ചു വന്നില്ല. ഇതല്ലേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അങ്ങനെയൊന്നും നമുക്കത് പറയാൻ കഴിയില്ല. അതൊന്നും ഒരു വസ്തുതാപരമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പിന്നെ ഇപ്പോൾ കെ ആന്റണിക്ക് ശേഷം ഏറ്റവും വലിയ അതിന് ആ കാലത്തുണ്ടായതിനേക്കാളും വലിയ വിജയത്തിലേക്കാണ് കോൺഗ്രസും UDFും കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രങ്ങൾ എപ്പോഴും ഇങ്ങനെ വേറൊരു ചരിത്രം വരും മാറ്റിമറിക്കപ്പെടുന്നതാണല്ലോ. ആ കണക്കുകളും അന്നത്തെ നമ്പറുകളൊക്കെ മാറ്റിമറിക്കപ്പെടും. അതിലേറെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ടീം UDF, അയാളുടെ ക്യാപ്ഷൻ എന്താ, അദ്ദേഹം വാ തുറക്കുമ്പോൾ ആദ്യം പറയാ ടീം UDF ആണ്. VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവാണെന്നാണ് താങ്കൾ പ്രവചിക്കുന്നത്. അല്ല, അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ കോൺഗ്രസ് ലീഡർഷിപ്പിലെ തീരുമാനിക്കും. ഇപ്പോൾ UDFിൻ്റെ നേതാവ് അദ്ദേഹമാണ്, ടീം UDFിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ആ നിലക്ക് അദ്ദേഹം വലിയ രീതിയിൽ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും, ലീഗിലെയും അതേപോലെ UDFിലെ ഘടകകക്ഷിയിലെയും മുഴുവൻ നേതാക്കളും അണികളും ഒരേപോലെ ഒരു ടീമായി നിന്നിട്ട് ഒരു ടീം വർക്കാണ്. അതിന് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. കെ ആന്റണിക്ക് അന്ന് കിട്ടിയതിനേക്കാളും സീറ്റ് UDFിന് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നാണ് അൻവർക്ക പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മളൊക്കെ പറയും അൻവർക്ക തുറന്നു വിട്ടൊരു ഭൂതമുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർക്ക തുറന്നു വിട്ട ആ ഭൂതം ഈ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ എന്തായാലും ഉണ്ട്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഈ മലപ്പുറത്തൊക്കെ ഇപ്പോൾ ഈ എൻ്റെ പഞ്ചായത്തായ കോഡൂർ പഞ്ചായത്തിലൊക്കെ CPMന് ആകെ 2 സീറ്റേ ഉള്ളൂ. കോഡൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലോളിയുടെയൊക്കെ ജന്മനാടാണ്. ലീഗ് ജയിക്കുന്നത് തന്നെ 500-600 ഒക്കെ വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിനാണ്. ഒരു മുസ്ലിം സമൂഹത്തിൽ ഭയങ്കരമായിട്ട് LDF വിരുദ്ധ ഒരു നിലപാടുണ്ടാക്കിയെടുക്കാനൊക്കെ ഇത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അജണ്ട താങ്കളാണോ സെറ്റ് ചെയ്തത്? എന്താണ് താങ്കളുടെ ഒരു വ്യൂ എന്താ കാര്യത്തിൽ? അല്ല, അതിപ്പോൾ ഞാൻ അങ്ങനെ പറയും. അജണ്ട സാധാരണ CPM അജണ്ട സെറ്റ് ചെയ്യും, അതിനെ പ്രതിരോധിക്കലാണ് കോൺഗ്രസിന് സാധാരണ പണി ഉണ്ടാവുക. ഇത്തവണ നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? അല്ല, അതിപ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ അതൊരു അധിക പ്രസംഗമല്ല. അതിപ്പോൾ ജനം വിലയിരുത്തട്ടെ.
നമ്മൾ പോലീസ് മാത്രമല്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം, ജനാധിപത്യ രാജ്യത്തിൽ ജനപ്രതിനിധികളും ജനങ്ങളുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരതിൻ്റെ മാനേജേഴ്സ് മാത്രമാണ്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാവരും ഉൾപ്പെട്ടതാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പാർട്ടാണ്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കും അതേപോലുള്ള പദവികളും അധികാരങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പം രാജ്യത്തിൻ്റെ ഭരണഘടന പ്രതിപക്ഷവും ഭരണപക്ഷത്തെയും ഒരേപോലെ കാണുന്നു. അതിൽ ഭരണപക്ഷത്തിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതാണ് ആ ഭരണഘടന അനുശാസിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് പ്രതിപക്ഷത്തെയോ ഇവിടുത്തെ ജനങ്ങളെയോ പൊതുപ്രവർത്തകരെയോ അംഗീകരിക്കാതെ അതിന് പരിഗണിക്കാതെ ഞങ്ങൾ നടത്തിക്കോളാം, നിങ്ങളാര് എന്ന ചോദ്യം കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നിരന്തരമായി കേൾക്കാൻ തുടങ്ങി. അത് പിന്നീട് താഴെ വില്ലേജ് ഓഫീസ് വരെയും പഞ്ചായത്ത് സെക്രട്ടറി വരെയും എത്താൻ തുടങ്ങി. ജനങ്ങൾക്കൊരു വോയിസും ഇല്ല. ഇവരെന്താണ് പറയുന്നത് കേട്ടനുസരിച്ച് അവർക്ക് എന്താ പറയുക കുനിഞ്ഞു കൊടുത്ത് പോരുന്നൊരവസ്ഥ ഉണ്ടായി. അതാണ് പിണറായിസത്തിൻ്റെ ആകത്തുക. അതിനെയാണ് എതിർത്തത്. അതിലൊരു വലിയ റോൾ വഹിച്ചിരുന്ന പോലീസാണ് നമുക്കറിയാം. ആ നിലക്ക് ആ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തി. ഞാൻ ആ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പോലീസിൻ്റെ അവസ്ഥകളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പം ആ കൊള്ളസംഘം, ആ പോലീസിലെ തന്നെ കൊള്ളസംഘത്തിൻ്റെ സഹായം SIT മുഖേന ഇപ്പോൾ ശബരിമല കൊള്ളക്കാർക്ക് കിട്ടി. ആരെങ്കിലും ഇപ്പോൾ ജയിലിലുണ്ടോ? എല്ലാവരും പുറത്തിറങ്ങി. ഒരു തലയും വാലുമില്ല. കേസ് എങ്ങോട്ടൊക്കെ പോകുന്നതെന്നറിയില്ല. 34.5 കിലോ സ്വർണം പോയിട്ട് 439 ഗ്രാം സ്വർണം മാത്രമാണ് റിക്കവർ ചെയ്ത്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള എല്ലാ പ്രതികളും പുറത്തിറങ്ങി. ഇതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ സച്ചിദാനന്ദൻ അടക്കം CPMൻ്റെ പല ലീഡേഴ്സും G സുധാകരൻ അടക്കമുള്ള പലരും പറയുന്നു. ഈ ആഭ്യന്തര വകുപ്പാണ് ഭയങ്കര പരാജയം എന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. അല്ല, ആഭ്യന്തരം മാത്രമല്ല, ആഭ്യന്തരം അതിൽ പ്രധാന വകുപ്പായതുകൊണ്ട് നമുക്ക് എപ്പോഴും മുന്തി നിൽക്കുക ആഭ്യന്തരമാണ്. മനുഷ്യൻ്റെ ഡേ ടു ഡേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വകുപ്പാണല്ലോ. ആ നിലക്ക് മറ്റതൊക്കെ അത് തന്നെയാണ് സ്ഥിതി. അതാണ് ആകത്തുക ഞാൻ ഈ പറയുന്ന പിണറായിസം. അതിനെതിരെ നമ്മൾ സംസാരിച്ച് അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി അതിലേറെ ശക്തമായ ആൻറ്റി പിണറായിസ വോട്ട് വരാൻ പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ത്രിതല തെരഞ്ഞെടുപ്പിൽ അതിന് പല പരിമിതികളുണ്ട്. പ്രാദേശിക വിഷയങ്ങളുണ്ട്, സ്ഥാനാർത്ഥികളുടെ പ്രാദേശികമായ ബന്ധങ്ങളൊക്കെ ഇതിന് ഒരു തടസ്സമാണ്. പക്ഷെ ആൻറ്റി പിണറായിസം ആ വോട്ട് വരാൻ പോകുന്നത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസം കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. താങ്കൾ ഈ തുറന്നുവിട്ട ഭൂതം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. അന്ന് ആളുകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കുറച്ച് കേസുകളുണ്ട്. ഇപ്പം മാമി തിരോധാന കേസ്, പിന്നെ ഈ റിദാൻ ബാസിത്ത് കൊലക്കേസ്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ താങ്കൾ അതിൻ്റെ അറ്റം പിടിക്കുന്നത് വരെ പോകുമെന്നാണ് എല്ലാവരും. പിന്നീട് അത് ചാനലിൽ നിന്ന് അത്തരം വാർത്തകൾ അപ്രത്യക്ഷമായി. താങ്കൾ ഇപ്പോഴും അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്നുണ്ടോ? അല്ല, അതിപ്പോൾ ചാനലിൽ നിന്ന് ഔട്ടായതുകൊണ്ട് ആ വിഷയം ഔട്ടാവില്ല. ചാനലുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും ഒരു വാർത്തയുടെ പിന്നാലെ പോകാൻ കഴിയില്ലല്ലോ. നിരന്തരമായി പുതിയ വാർത്തകളും സാഹചര്യങ്ങളും സംഭവവികാസങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് കോടതിയിലുള്ളത്. ഗവൺമെൻറ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ക്ലീൻ ഷോട്ട് കൊടുത്തു. അതിനെ വിജിലൻസ് കോടതിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത് ഈ റിപ്പോർട്ട് തള്ളുന്ന അവസ്ഥയുണ്ടായി വിജിലൻസ് കോടതി. ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ കോടതി സർക്കാരിൻ്റെ നിന്ന് പെർമിഷൻ എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ പെർമിഷൻ എടുക്കാതെയാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു വാദം സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. ഹൈക്കോടതിയെ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ്റിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതേ പ്രോസസ്സിലേക്ക് അത് പോകും. താങ്കൾ വിഷയം വിട്ടിട്ടില്ല? അല്ല, നമുക്കത് വിടാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. ഈ സമൂഹത്തെ മൊത്തം ബാധിച്ച വിഷയം. ഒരു കുടുംബം, ഈ റിദാൻ ബാസിത്തിന്റെ കുടുംബം എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു കുടുംബമാണ്. അവരിപ്പോഴും അത് താങ്കളോട് നന്ദിയുള്ള ഒരു കുടുംബമായിട്ടാണ്. അവരിപ്പോഴും താങ്കൾ അതിലൊരു നീതി ലഭിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം താങ്കളുടെ കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഒരു കൊള്ളരുതായ്മക്കെതിരെയൊക്കെ ആയിട്ട്. ഏതായാലും താങ്കളെ ദൈവം കാത്തു രക്ഷിക്കും ആ വിഷയത്തിൽ. വേറൊരു വിഷയം പറയാനുള്ളത്, ഇനി നമുക്ക് രാഷ്ട്രീയമൊക്കെ വിടാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് ട്രോളിൽ എപ്പോഴും ഈ ട്രോള് മേഖലയിൽ താങ്കളൊരു സ്റ്റാറാണ്. അത് ഈ CPMൻ്റെ കൂടെ നിൽക്കുമ്പോഴും അതെ, അതിന് ശേഷവും അതെ. താങ്കളൊരു ഇടത് സഹയാത്രികനായിരുന്ന സമയത്ത് താങ്കൾക്കൊരു ചെല്ലപ്പേരുണ്ടായിരുന്നു, കടന്നൽ രാജ എന്നായിരുന്നു പറയാം. CPMനെതിരെ ഏതൊരു ആരോപണം വന്നാലും താങ്കൾക്കത് സരസമായിട്ട് എതിർക്കാനുള്ളൊരു ശേഷിയുണ്ട്. താങ്കൾ എതിർക്കുമ്പോൾ മറ്റു പാർട്ടിക്കാർക്കും ഒരു എറനാടൻ സരസ്വത അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഒരു കടന്നൽ രാജ ആയിരുന്നു CPMൻ്റെ കൂടെ നിന്നപ്പോൾ. താങ്കൾ പോകുന്നതിന് ശേഷം CPMന് ആ ഒരു സൈബർ മേഖലയിൽ വലിയൊരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ താങ്കൾ CPM-ൻ്റെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ താങ്കളൊരു സ്റ്റാർ ആയിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ല ഇതിൽ അത് പൊതുവിൽ എന്താ അറിയുക, രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു മാനസികാവസ്ഥയുള്ള പൊതുപ്രവർത്തകരായാലും ഒക്കെ ഇവരെല്ലാ കാര്യങ്ങളും കൂട്ടി ഗണിച്ച് മൈനസ് ചെയ്ത് എവിടെയാണോ ലാഭം ആ ലാഭത്തിന് കണക്കാക്കി സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കുറേ കാണാൻ അല്ല സാധിക്കും. ഇതിൽ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇതാണ്. ഈ യുവശക്തിയാണ് ഈ ജൻസി, അറിയാമല്ലോ നേപ്പാളിൽ വരെ അധികാരത്തിലെത്തുകയാണ്. അതായത് ഇനിയുള്ള കാലഘട്ടം ഭരിക്കാൻ പോകുന്നത് യുവാക്കളാണ്. ഒരു പക്ഷേ നമ്മളെ കുറേ രാഷ്ട്രീയക്കാർ ഇത് അറിയുന്നില്ല. പക്ഷേ താങ്കൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ താങ്കൾ ആദ്യം ആ CPM ഇടതുപക്ഷത്തു നിന്ന് ഉപേക്ഷിക്കുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂകളുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസാണ് ഞാൻ വായിക്കുക. അതിൽ ഇടതുപക്ഷക്കാരായ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: താങ്കൾ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടൂ. അതായത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങ് ശക്തനാണ്, കാരണം അങ്ങയുടെ കൂടെ കടന്നൽ കൂട്ടമുണ്ട്. ഈ കടന്നൽ കൂട്ടമാണ് ഈ CPM-ൻ്റെ സൈബർ ഇടം ചലിപ്പിക്കുന്നത്. അവർ ഫുള്ള് താങ്കളുടെ ഫാൻസാണ്. അപ്പോൾ ഒരു കാരണവശാലും താങ്കൾ ഇടതുപക്ഷത്തു നിന്ന് പുറത്തു പോകരുത്, അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയരുത്, താങ്കൾ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യൂ, എങ്കിലേ നമുക്ക് നീതി കിട്ടുള്ളൂ എന്നൊരു വലിയ വിഭാഗം വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന CPM-ൻ്റെ അകത്തിരിക്കുന്ന കേഡർ അംഗങ്ങൾക്ക് ഒരിക്കലും CPM നേതാക്കൾക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത്തരം ആളുകളൊക്കെ താങ്കൾ നിരാശനാക്കിയെന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. അവർക്കൊക്കെ ഇപ്പോൾ അത് ബോധ്യപ്പെട്ടല്ലോ. പോയി അവർ നിങ്ങളെ കൂടെ ഉണ്ടോ? അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ പരിമിതി ഇഷ്ടം പോലെയാണ്. അതിപ്പോൾ ഇന്നത്തെ സഖാക്കൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ആ സഖാക്കളിൽ വലിയൊരു വിഭാഗം ഇന്ന് ഈ ഞാൻ ഉയർത്തിയ വിഷയങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയാണ്. സഖാക്കൾ അതിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ ചട്ടക്കൂടുള്ളത് എന്നെ തെറി വിളിക്കുന്നവരാരാ? അതും സഖാക്കളല്ല, അതൊക്കെ പെയ്ഡായിട്ട് ആളുകൾ ഇതിനു വേണ്ടി നിർത്തിയിട്ടുള്ള, ഇപ്പോൾ അത് നിയന്ത്രിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. അതെ 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 ആ ആളുകളാണ് നിരന്തരമായിട്ട് ഇത് അവർ കൂലിപ്പട്ടാളാണ്. അതെ, അവരെ അതെ. സംബന്ധിച്ച് അവരെ വയറ്റ് അതെ. പിഴപ്പം. എനിക്ക് അവരോട് ഒരു വിരോധമില്ല. അങ്ങനെയെങ്കിലും കുറച്ചാൾക്ക് ഇവിടെ പണി കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. ഉം. ഇപ്പോൾ മമ്മൂട്ടിയെ തെറി വിളിച്ചതാരാം? ഈ ഇതേ പറയുന്ന ടീം. ആളുകൾ. ഞങ്ങളിപ്പോൾ ഇത് നോക്കി, എന്നെ തെറി വിളിക്കുന്നത്, സുധാകരനെ തെറി വിളിക്കുന്നത്, ഇപ്പോൾ ഈ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ട് വിമർശനം ഉന്നയിക്കുന്നവരെ മുഴുവൻ തെറി വിളിക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ ടീമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ എന്താണ് ഇത്? കൂലിപ്പട്ടാളാണ്, കൂലിപ്പട്ടാളം. കൂലി തൊഴിലാളികളാണ്. അത് അവരുടെ അതെ, അതെ. വയറ്റുപിഴപ്പത് അങ്ങനെ പോയിക്കോട്ടെ. അതെ അതെ പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പൊതുസമൂഹം, കേരളീയ സമൂഹം അതെ നാട്ടിലുണ്ടല്ലോ. അതെ അതെ അതെ. അവരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഉം, ഉം. പിന്നെ ഞാനൊരു കാര്യം പറയുമ്പോൾ, ഞാൻ ഇറങ്ങി വരുമ്പോൾ, ഞാൻ രാജിവെച്ച് വരുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ടാവും, എത്ര ആളുണ്ടാവും, ഇതൊക്കെ നോക്കാൻ ഞാൻ അതിനൊന്നും നിൽക്കില്ല. ഇല്ല. ഞാനിതിൻ്റെ ലാഭവും നഷ്ടം കാണും. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മളൊരു 3 പ്രാവശ്യം ആലോചിക്കും. നമ്മൾ സ്വയം നമ്മളെ മനസാക്ഷിയോട് ചോദിക്കും. എന്നിട്ടത് ബോധ്യപ്പെട്ടാൽ അത് സമൂഹത്തോട് പറയേണ്ടതാണെങ്കിൽ പറയുക എന്നത് ഒരു പ്രവർത്തകൻ്റെ, ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ട് ഈ ചളി നിറഞ്ഞ കപ്പലിൽ ഞാനും ഇരിക്കുന്നതിൽ എന്താ അർത്ഥം ഉണ്ടാവുക? അതായത് അതുകൊണ്ടാണ് രാജിവെച്ച് ഇറങ്ങിയിട്ടുള്ളത്. മനസ്സിലായി. പക്ഷേ ഇതിലെ ചോദ്യത്തിൻ്റെ പ്രസക്തി, അതായത് ഈ CPM ഒരു ഐഡിയോളജിയാണ്. താങ്കൾക്കറിയാതെ ഒരു കേഡർ സംവിധാനമാണ്. അതിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. മറ്റുള്ള ഒരു കോൺഗ്രസ് എന്ന് പറയും, താങ്കളൊരു കോൺഗ്രസ് സംസ്കാരമുള്ള ആളാണെന്ന് പറയാം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ നേതാക്കന്മാരെ കുറ്റം പറയുക, ഇതൊക്കെ ചെയ്യാം. CPM-ൽ ഇത് പറ്റില്ല. ഒരു CPM കേഡറിന് പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ വായായിട്ടാണ് താങ്കൾ ആദ്യമൊക്കെ ആയിട്ട് ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ശബ്ദമായിരുന്നു താങ്കൾ. അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഉള്ളതെന്ന് പലപ്പോഴും അതിലിപ്പോൾ തോന്നിയിട്ടുണ്ട്. നിങ്ങളെ പറഞ്ഞ ഭാഗത്തോട് ഞാൻ അല്ല ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരൊരു തന്ത്രം പ്രയോഗിച്ചു, അതായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾ ഇതിൻ്റെ അകത്തിരുന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ശക്തനാണ്. അപ്പോൾ താങ്കളെ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനിഞ്ഞതിൽ താങ്കൾ വീണ് കൊടുക്കുകയല്ലേ ഉണ്ടായത്? അല്ല, അതൊക്കെ തെറ്റാ. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഇത് കാണാൻ കഴിയുള്ളൂ. അതിൽ വലിയൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉം. ആ കാലം ഇന്നില്ല. പാർട്ടിയിൽ വിമർശനവും സ്വയം വിമർശനവും പൊതുവിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വിമർശിക്കാൻ പോയിട്ട് ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള അവകാശം ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിക്കോ LC സെക്രട്ടറിക്കോ ഏരിയ സെക്രട്ടറിക്കോ ജില്ലാ സെക്രട്ടറിക്കോ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനോ ഇല്ല. ഇല്ല. ഇതൊക്കെ പിണറായിയാണ്. ഉം, 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 ഉം. പിണറായി. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി. പിണറായി. അതിലപ്പുറമൊന്നുമില്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ. ഇന്നലെയൊക്കെ ഞാൻ PWD മിനിസ്റ്റർ ചില ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. ഞാൻ എന്ത് ചെയ്യാം, അത് പാർട്ടിയല്ലേ. ആരാണ് ഈ പാർട്ടി? അത് 10 കൊല്ലം മുമ്പ് പറയായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു പാർട്ടി ഇല്ല. ഇന്ന് പാർട്ടി എന്ന് പറയുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്നതും രാജാവ് എന്ന് പറയുന്നതും ഒറ്റ വ്യക്തിയാണ്. കേന്ദ്രീകരിക്കുകയാണ്. പിന്നെ അവിടെ എന്ത് ഡിസ്കഷൻ, എന്തവിടെ പറയാൻ സാധിക്കുക? അങ്ങനത്തെ ഒരു സാഹചര്യം അതിലില്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു സ്കോപ്പില്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ വിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. താങ്കൾ ഇടതുപക്ഷത്തു നിന്ന് പോകുന്നതിന് ശേഷം
ഇപ്പോഴും താങ്കൾ ട്രോളിലുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന താങ്കളുടെ ഒരു പ്രസ്താവന ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഗൂഗിൾ പേയിൽ പൈസയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ താങ്കളുടെ ഒരു വീഡിയോ ഇട്ട് കൊടുക്കും. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, 10,000 രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നുള്ളൊരു ട്രോളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് താങ്കളൊരു അതിശയോക്തിയോടെ പറഞ്ഞതാണോ അതോ റിയലി അങ്ങനെ തന്നെയാണോ? ഇതിൻ്റെ പിന്നിൽ ഈ ട്രോളിനേക്കാൾ ഇതിൻ്റെ പിന്നിൽ സത്യമുണ്ട്? അല്ല, എന്തായാലും ട്രോളർക്ക് ഇപ്പോൾ ഒരു സഹായം കിട്ടിയില്ലതുകൊണ്ട് അല്ല, ചെക്കന്മാർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ആ ഒരു ക്യാപ്ഷൻ പോലെ അതാണ് വിട്ടാ പിന്നെ പ്രശ്നം പ്രശ്നമില്ല, പിന്നെ പൈസ പൈസ ഇല്ലാതെ തൽക്കാലം ഇപ്പം അങ്ങനെ കൂട്ടിയാൽ മതി അത്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം താങ്കളുടെ ഇതൊക്കെ ഫ്രീസായി കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയൊക്കെ ഡൽഹിയിൽ ചെയ്തൊരു കാര്യമുണ്ട്, ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് ഇന്ന ആശയത്തിന് വേണ്ടി ഞാൻ പോരാടുന്നു, എനിക്ക് മത്സരിക്കാൻ ഇത്ര പൈസ വേണം, ഇത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിരിക്കുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച്, അതായത് ഒരേ സമയത്ത് നമുക്ക് ഒരു രാഷ്ട്രീയ മെസ്സേജുമായി അത് പറ്റൊന്നും ഇപ്പം ആലോചിച്ചിട്ടില്ല. ഓക്കെ. ഇനി അതേപോലെ വേറൊരു പ്രസ്താവന ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ആഷിറൊക്കെ എപ്പോഴും പറയും, ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ഈ മന്തിയും അതുപോലെ തന്നെ പൊരിച്ച ഐസ്ക്രീമും ഒക്കെ തിന്ന് എന്താണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ നടക്കുന്ന ആളുകളാണെന്നൊക്കെ. യുവാക്കളെ കുറിച്ചുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട് അത് അങ്ങനെ? വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. യുവാക്കളെ സംബന്ധിച്ചും ഇപ്പോൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും, ഞാൻ സ്കൂളിൽ സാധാരണ MLA നിലക്ക് പോകുന്ന സമയത്ത് പരമാവധി സ്കൂളിലെ ഫംഗ്ഷനിൽ പങ്കെടുക്കും. അവിടെ 10ാം ക്ലാസ്സിലും 11ലും 12ലും പഠിക്കുന്ന പിള്ളേരോട് കൂടിയ ഹാളിൽ നിന്ന് മക്കളെ നിങ്ങൾ ആരാണ് പത്രം വായിച്ചു ചോദിച്ചാൽ ഒരു കൈ പോലും പൊങ്ങൂല, ഒരു കൈ പോലും പൊങ്ങൂല. തിരിഞ്ഞു നിന്ന് ടീച്ചർമാരോട് ആരാ പത്രം വായിച്ചു ചോദിച്ചാൽ 10 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ടീച്ചറെ കൈ പൊങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താ, ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത്, എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, എങ്ങനെയാണ് ഇന്നും ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത്, മുമ്പ് നമ്മുടെ സ്ഥിതി എന്തായിരുന്നു, എന്താണ് നമ്മുടെ ചരിത്രം, ഇത് മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനെ ടോർപ്പിഡ് ചെയ്ത് പോകാൻ ഫാസിസ്റ്റുകൾക്കും ഭരണാധികാരിക്കും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അരാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനത പോകുന്നു എന്നത് വളരെ സങ്കടകരമാണ്. അതിലിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ യുവാക്കളിലായാലും വളർന്നു വരുന്ന സമൂഹത്തിലാണെങ്കിലും ആ ഒരു ട്രെൻഡ് വർദ്ധിക്കുന്നുണ്ട്. അവർ വേറെ എന്തിൻ്റെയൊക്കെയോ പിന്നിലാണ്. ഈ രാഷ്ട്രീയമൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളങ്ങനെ ആൻറ്റീസ് ആക്കും, വല്ലിപ്പയൊക്കെ ആക്കി മാറ്റുവര്, കൂട്ടത്തുനിന്ന് മാറ്റി നിർത്തും. രാഷ്ട്രീയവാദം കുട്ടികൾക്കിടയിൽ വളരുന്നത് അത് ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള ഭരണാധികാരികൾക്കും സ്വേച്ഛാധിപതികൾക്കും അവരുടെ ഭരണം നിലനിർത്താനും അവരുടെ അധികാരം വളഞ്ഞ വഴിയിലൂടെ സ്ഥാപിക്കാനും എളുപ്പമാകും. അപ്പം അതിൽ അവർ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഭക്ഷണത്തിൻ്റെയും ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും മാത്രം പിന്നിൽ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കണം. ഈ പ്രസ്താവന എല്ലാ യുവാക്കളും ജൻസി പിള്ളേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പുള്ളി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മന്തി കഴിക്കുന്നതോ അല്ലെങ്കിൽ പൊരിച്ച ഐസ്ക്രീമിൻ്റെ പിന്നാലെ പോകുന്നതല്ല. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിൽ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് നിങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അൻവർക്ക അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജായിട്ട് പറഞ്ഞു വെക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയുള്ളത്, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്. അതായത് ഇത് എവല്യൂഷൻ്റെ മുമ്പേ ഉള്ളൊരു കാര്യമാണ്. അതായത് ഈ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈ മൃഗങ്ങളെയൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണല്ലോ നാട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയക്കാർ കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരാറില്ല. എൻ്റെ ഒരു 33 വർഷത്തെ എൻ്റെ ഒരു ജീവിതത്തിൽ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്ത, അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ പിന്നെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ അങ്ങാണ്. താങ്കൾ ഒന്നുകൂടി കടത്തി പറഞ്ഞത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഈ മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു? അല്ല, അത് വളരെ എന്താ പറയുക, മനുഷ്യരുടെ കേരളത്തിലെ 40-45%, കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുള്ളതിൽ 468 പഞ്ചായത്ത് ഫോറസ്റ്റിൻ്റെ ഭാഗമാകുകയും അതിൻ്റെ അതിരുകൾ പങ്കിടുകയും ഫോറസ്റ്റിൻ്റെ അകത്തുള്ള പഞ്ചായത്തുകൾ ഏകദേശം 1.25 കോടി ജനങ്ങളുടെ നിത്യജീവിതത്തിന് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. കേരളം താങ്കൾ പാലക്കാട് പോയി ഒരു ബൈറ്റൊക്കെ കണ്ടു. അതെ, അത് കേരളം തുറന്നിട്ട ഒരു മൃഗശാലയായി നമുക്കതിന് പറയാൻ സാധിക്കുക. ഇത് കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം ഈ മലയോര മേഖലയിലെ സാധാരണക്കാരായ കർഷകരുടെ പട്ടിണി മാറുന്ന പ്രശ്നമേ ഇല്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ലോകത്തെ ഡെവലപ്ഡായ കൺട്രീസിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ ഫോറസ്റ്റും ഇഷ്ടംപോലെ ആനിമൽസും ഉണ്ട്. അതൊക്കെ കൺട്രോൾഡാണ്. അതിന് ചില സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഒരുക്കാതെ നാട് മുഴുവൻ ഫോറസ്റ്റ് ആക്കി അതിലേക്ക് മുഴുവൻ മൃഗങ്ങൾ ഇറങ്ങി. ലീഗലൈസ്ഡ് ഹണ്ടിങ് എന്നുള്ള ഒരു ലീഗലൈസ്ഡ് ഹണ്ടിങ് മാത്രമല്ല, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് മെഷേഴ്സ് ഉണ്ട് അതിൽ. ആ മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണ്. ശശീന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ മിനിസ്റ്റർ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണെന്നാണ്. അപ്പോൾ താങ്കൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം താങ്കളൊരു സൊല്യൂഷനും കൂടി, അതായത് ഈ ലീഗലൈസ്ഡ് ഹണ്ടിങ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ലീഗലൈസ്ഡ് ഹണ്ടിങ് മാത്രമല്ല, ഇതിനെ ഇപ്പോൾ തൃശ്ശൂർ സൂവില് മൃഗങ്ങളില്ലേ, അവിടെ ഈ പറയുന്ന സിംഹവും പുലിയും കാട്ടിയും എല്ലാ സാധനവും ഉണ്ട്. എന്താ പുറത്തു വരാത്തത്? സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് ഉണ്ട്. ഒരു ഫെൻസിൻ്റെ അകത്താണ് അവർ.
അപ്പോൾ ആ ഫെൻസ് ഉണ്ടെങ്കിൽ ഇവരും കൂടെ കടന്നു വരില്ല. ഈ ഫെൻസിങ് ഈ പറയുന്ന ലോക രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. മനുഷ്യനെയും കാടിനെയും വേർതിരിക്കണ്ടേ, മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കണം. അതിനാകെ വേണ്ടത് സ്ട്രോങ് ഫെൻസിങ്ങാ. ആ ഫെൻസിങ് പോലും ഇന്ന് വരെ ചെയ്യാൻ തയ്യാറില്ലാതെ മനുഷ്യന്മാർ ഇവിടെ കടന്ന് മരിച്ചു തീർന്നോട്ടെ, അവർ കൃഷിയും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, ഇവിടെ കാട് വളരട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടിനോടൊപ്പം നമുക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. പറ്റൂല. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ഫോറസ്റ്റ് വിരുദ്ധനായാലും ഈ പറയുന്ന എന്താ പറയുക ആൻറ്റി സോഷ്യൽ എലിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്, അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളുണ്ടെന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും നമുക്കതിൽ മൈൻഡ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പച്ച മനുഷ്യനെ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ തള്ളയുമായി സ്കൂളിലേക്ക് അമ്മയുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ കയ്യിൽ നിന്ന് പുലി കടിച്ചു പറിച്ച് പോകുന്ന ഫോട്ടോ നമ്മൾ കാണുകയാണ്. മനുഷ്യനെ ചവിട്ടി തേച്ചിട്ട് ശരീരം പോലും കൈക്കോട്ട് വെച്ച് വരണ്ടി എടുക്കേണ്ട ശവശരീരങ്ങൾ ആന ചവിട്ടി നമ്മൾ കാണുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയില്ല, നമ്മളിത് സഹിക്കണം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റൂല. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുകയും അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തമാക്കുന്നത്. തൻ്റെ രീതികൾ ആർക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നവുമായി താൻ മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അൻവർക്ക. അൻവർക്കാക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.